അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ ഹോം കെയർ വോളണ്ടിയർമാർക്കുള്ള പരിശീലന ക്യാമ്പ് നടത്തി. കനിവ് രക്ഷാധികാരി അഡ്വക്കേറ്റ് അനീഷ മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഹോം കെയർ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള വോളണ്ടിയർമാർക്കുള്ള പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കനിവ് രക്ഷാധികാരി അഡ്വക്കേറ്റ് അനീഷ മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കനിവ് ചെയർമാൻ MA സഹീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ IMA ചെയർമാൻ ഡോക്ടർ ഹസൻ പാലിയേറ്റീവ് സന്ദേശം നൽകി. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ രണ്ട് വാക്കുകൾ എല്ലാവരും ആദ്യം തന്നെ പറയുന്നത് സിമ്പതി, എമ്പതി. എന്താ രണ്ടു തമ്മിലുള്ള വ്യത്യാസം? ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ പുഴയിൽ ചാടി, പുഴയിൽ വീണു. അയ്യോ ഒരാൾ വീണല്ലോ എന്നും പറഞ്ഞ് കരയിൽ നിന്ന് കരയുന്നതാണ് സിമ്പതി. എന്നാൽ കരഞ്ഞ ആളെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ വേദനയും പ്രയാസവും പറഞ്ഞുകൊണ്ട് അയാളെ സഹായിക്കുമ്പോഴാണ് സിമ്പതി ആവുന്നത്, എമ്പതി ആവുന്നത്. അപ്പോൾ സിമ്പതി അല്ല നമുക്ക് വേണ്ടത്, എമ്പതിയാണ് വേണ്ടത്. ചില ആളുകൾ പറയും എൻ്റെ കയ്യിൽ ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളോ കോടികളോ ഇല്ല, ഞാൻ എങ്ങനെ ഒരു പൊതുപ്രവർത്തകനായി അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കും, എങ്ങനെ പ്രവർത്തിക്കും? ഇപ്പോൾ ഞാൻ സാധാരണ പറയുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒരു കോടീശ്വരനാകണമെന്നോ പൈസയൊന്നും അല്ല മൂലധനം. ഒരു വയസ്സായ ഒരാളെ കാണുമ്പോൾ അവരെ മുഖത്ത് നോക്കി തോളത്ത് തട്ടി എന്താണ് അച്ഛ വിശേഷം, എന്താണ് മുത്തശ്ശ വിശേഷം, എന്താണ് അപ്പച്ച വിശേഷം, എന്താണ് അമ്മ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് അളക്കാൻ പറ്റുന്നില്ല. അപ്പുറം റൈസിംഗ് കോർഡിനേറ്റർ രമ്യ RR ക്ലാസിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ കനിവ് സെക്രട്ടറി KK സുമേഷ്, കനിവ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ MR പ്രഭാകരൻ, MN മുരളി, എബി പോൾ, മിനി ബൈജു, KN ജയപ്രകാശ്, EM ഷാജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.